2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. IPL-ലെ തകർപ്പൻ പ്രകടനം താരത്തെ ഇന്ത്യൻ ടീമിലെത്തിച്ചു. ലെ IPL-ലൂടെ ക്രിക്കറ്റ് ലോകത്തേക്ക് കടന്നു വന്ന താരം രാജസ്ഥാൻ റോയൽസിനായി നടത്തിയ പ്രകടനങ്ങൾ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. എങ്കിലും 10 വർഷമായി മലയാളി താരത്തിന്റെ പ്രകടനങ്ങളിൽ BCCI സന്തുഷ്ടരായിരുന്നില്ല. 2015-ൽ സഞ്ജു ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തി. 8 വർഷം പിന്നിടുന്നു. ആകെ ലഭിച്ചത് 25 T20-യും 16 ഏകദിനങ്ങളും മാത്രം. സ്ഥിരതയില്ലായ്മ പ്രശ്നമായി BCCI ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇക്കാലയളവിൽ രാജസ്ഥാൻ റോയൽസിൽ സ്ഥിര സാന്നിധ്യമായി സഞ്ജു മാറി. ഇത്തവണ IPL തുടങ്ങിയപ്പോൾ മുതൽ അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രകടനമാണ് അയാൾ പുറത്തെടുക്കുന്നത്. ബാറ്ററായി മാത്രമല്ല, നായകനായും വിക്കറ്റ് കീപ്പറുമായുമെല്ലാം പക്വതയാർന്ന പ്രകടനം. ആക്രമണ ബാറ്റിംഗ് വേണ്ടപ്പോൾ വെടിക്കെട്ട് നടത്തും. ടീം തകർച്ച നേരിടുമ്പോൾ ക്ഷമയോടെ പിടിച്ചു നിൽക്കും. സഞ്ജുവിന്റെ ഈ പ്രകടന മികവ് ഒറ്റ രാത്രിയിൽ മാറിമറിഞ്ഞതല്ല. കഴിഞ്ഞ 8 മാസമായി സഞ്ജു കഠിനാധ്വാനം നടത്തുകയാണ്. T20 ലോകകപ്പിൽ ടീമിലെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യം. അതിന് IPL-ൽ നന്നായി കളിക്കണം. ക്രീസിലെത്തുമ്പോഴുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ സഞ്ജു നടത്തി. ഇത് ബാറ്റിംഗിലും പ്രതിഫലിച്ചതായി താരത്തിന്റെ പരിശീലകർ പറയുന്നു. ബാറ്റിംഗിലും ചില മാറ്റങ്ങൾ വരുത്തി. കരിയറിൽ എപ്പോഴാണെങ്കിലും പേസർമാരെ നേരിടുന്നതിൽ താരം ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല. സ്പിന്നർമാരെ നേരിടുന്നതിലുള്ള പ്രശ്നങ്ങളും സഞ്ജു പരിഹരിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിനിടയിലും IPL-നിടയിലും നിരന്തരമായ ബാറ്റിംഗ് പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറായി മലയാളി താരം മാറിക്കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. IPL-ലും പിന്നാലെ 2020 ലോകകപ്പിലും കപ്പുയർത്തുക.